കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലക്കിടിയിൽ മുൻ CPM നേതാവിനെ മർദ്ദിച്ച കേസിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 3 പേർ പിടിയിൽ. രാഷ്ട്രീയ വിരോധമാണ് ആക്രമണത്തിന് പിന്നാലെയെന്ന് പരാതി. ഒറ്റപ്പാലം ലക്കിടിയിൽ മുൻ CPM നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് അംഗവുമായ അനിൽകുമാർ, CITU തൊഴിലാളി വിജിദാസ്, DYFI പ്രാദേശിക നേതാവ് പ്രിൻസ് എന്നിവരാണ് പിടിയിലായത്. ലക്കിടി തെക്കുംചെറോട് സ്വദേശിയും മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും നിലവിലെ പാർട്ടി അംഗവുമായ സുരേന്ദ്രൻ ആക്രമിക്കപ്പെട്ട കേസിലാണ് ഈ നടപടി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സുരേന്ദ്രനെ 4 അംഗ സംഘം തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ആക്രമണത്തിൽ കൈകാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ്. ദീർഘകാലമായി CPM കൈവശം വെച്ചിരുന്ന തെക്കുംചെറോട് വാർഡ് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നഷ്ടമായിരുന്നു. ഈ തോൽവിക്ക് ഉത്തരവാദി താനാണെന്ന് വരുത്തി തീർക്കാൻ പാർട്ടിയിലെ ചിലർ ബോധപൂർവം ശ്രമിച്ചിരുന്നതായും ഇവർ തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്നും സുരേന്ദ്രൻ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ആണെന്നാണോ പറയുന്നത്? അതായത് ഞാനാണ് മേലെ വേറൊരുത്തരം മേലെ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ചിലപ്പോഴത്തെ പുതിയ ലീഡർഷിപ്പ് എത്തിയിരുന്നു. അവരാണ് ഇതിലുണ്ടാവാൻ സാധ്യത. വേറെ ഒരു വ്യക്തിയും എനിക്കെതിരെ ഒരു തരത്തിൽ എൻ്റെ തൊഴിലിനോട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു ഉറുപ്പ്യ ഇന്ന് വരെ ഒരാൾക്ക് കൊടുക്കാനില്ല. ഞാൻ ഏത് സഹായം ചോദിച്ചാലും എല്ലാവരും കൊടുക്കുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഇതുമായിട്ട് പറയുന്നത്. വ്യക്തിപരമായ വിരോധവും രാഷ്ട്രീയ കാരണങ്ങളുമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു.